ഹലോ ഡിയേഴ്സ്, ഫാസ്റ്റ് ട്രാക്ക് സീരീസിനൊപ്പം നമ്മൾ 5 സ്റ്റാർ സീരീസ് കൂടി +2 കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് മെർജ് ചെയ്തിരിക്കുകയാണ്. സോ അതിൻ്റെ എപ്പിസോഡ് 1 ആണ്. കാരണം ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലാണ്ട് പരീക്ഷ നടക്കാറില്ലാന്നേ. അപ്പോൾ ഇതിനകത്ത് ഞാൻ 5 സ്റ്റാർ കാറ്റഗറി എന്ന് പറയുന്ന ക്വസ്റ്റ്യനുകൾ പ്രത്യേകം പറയും. അത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. സോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്നുള്ളതാണ്. കാരണം ഈ ഫീൽഡിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ഇന്നത്തെ കാലത്ത് ട്രോളുകൾ വരുന്ന കാലമാണ്. SSLCയിൽ സ്കൂളിൽ കഞ്ഞി വെക്കാൻ പോയ താത്താക്ക് വരെ A+ കിട്ടിയ കാലം. അതുമാത്രമല്ല, സ്കൂൾ വരാന്തയിലൂടെ നടന്നുപോയ ഗോപാലാട്ടിന് വരെ A+ കിട്ടിയ കാലം എന്ന് പറയുന്ന അത്തരത്തിൽ ട്രോളുകൾ വരുന്ന സമയം. അതുകൊണ്ട് തന്നെ എഴുതുന്നവർക്ക് ഓൾമോസ്റ്റ് A+ കിട്ടുന്ന സമയം. ആ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് മിനിമം A+ ആയിരുന്നു. അതായത് ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു ഇവർ. SSLCയിൽ ഒരു 3-4 A+ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം A+ ആണ് ഇന്നത്തെ കാലത്ത്. എന്നിട്ട് പോലും നമ്മുടെ ബാച്ചിലെ ഈ പയ്യന് റിസൾട്ട് കണ്ടോ, ഫിസിക്സിൽ A+ ലെവലിലോട്ട് എത്താൻ സാധിച്ചു. കെമിസ്ട്രിയിൽ അറൗണ്ട് ഫുൾ മാർക്കിനടുത്ത്, ബയോളജിയിൽ അറൗണ്ട് ഫുൾ മാർക്ക്. അപ്പോൾ ഇതുപോലെ അത് മാത്രമല്ല, അഡ്ഡപടലം പൊട്ടി നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട്, ഇത് സേ ബാച്ചിൽ ജോയിൻ ആയവരാ, ഇവർ നമ്മുടെ ബാച്ചിലെ സ്റ്റുഡൻ്റ് അല്ല, സേ ബാച്ചിൽ +2 ഫെയിൽ ആയിട്ട് ജോയിൻ ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് സാറേ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പാസ്സാക്കിയാൽ മതി എന്ന് പറഞ്ഞ് വന്നവരെ പോലും നമ്മൾ 30-ലോട്ടും 40-ലോട്ടും ഒക്കെ എത്തിച്ച കേസുകൾ. +2 ഫെയിലായ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ സമയം കൊണ്ട് 40-ലോട്ടൊക്കെ എത്തുന്നു എന്ന് പറയുമ്പോഴേ അങ്ങനെ ഒരുപാട് കേസുകൾ. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് നമ്മൾ കോഡുകളും ട്രിക്കുകളും ഒക്കെ ആക്കി പഠിപ്പിച്ചുകൊണ്ടാണ് ഇത്രയും മാർക്ക് കുറഞ്ഞവർ പോലും, ഇവരൊക്കെ അഡ്ഡപടലം പൊട്ടിയവരാണ്, അവർക്ക് പോലും കുറഞ്ഞ സമയം കൊണ്ട് 2-3 സബ്ജക്റ്റുകളൊക്കെ ഫെയിൽ ആയവരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോഴും അതിനകത്ത് ബാച്ചിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് പ്ലസ് ലൈവ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, ഇത് ഈ ടോപ്പിക്ക് മാത്രമല്ല കേട്ടോ, ക്വസ്റ്റ്യൻ പറയും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ ക്വസ്റ്റ്യനുകൾ കൂടി പറയും. അപ്പോൾ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ചാപ്റ്ററിന് എന്നോട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം ഹെൻറീസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷനുമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം 1. പിന്നീട് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, എക്സാമ്പിൾസ്, ഗ്രാഫ്. പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം റൗൾസ് ലോ ആണ്. അപ്പം ഞാനൊരു കാറ്റഗറി വൈസ് റൗൾസ് ലോ പോലെ തന്നെ റൗൾസിലേക്കാളും മുന്നേ ഞാൻ പറയാം. അപ്പം ഞാൻ ഈ ഇതിനകത്ത് ഹെൻറീസ് ലോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഐഡിയൽ നോൺ അത് പറഞ്ഞല്ലോ, അത് പറഞ്ഞാൽ റൗൾസ് ലോയുടെ മുന്നേ ഞാൻ പറയാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇല്ലാണ്ട് ഒരു പരീക്ഷ ഇല്ലാന്നേ. അതും അതിൻ്റെ ഏതെങ്കിലും ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും അതിൻ്റെ ഒരു ന്യൂമറിക്കലും മസ്റ്റാണ് 4 മാർക്ക് കാറ്റഗറിയിലൊക്കെ അതിനകത്ത് വരുന്നതാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇതിനകത്ത് റൗൾസ് ലോ നിങ്ങൾ പഠിക്കുക. റൗൾസ് ലോയുടെ കാര്യങ്ങൾ, ഓസ്മോട്ടിക് പ്രഷർ, റിവേഴ്സ് ഓസ്മോസിസ്, ആപ്ലിക്കേഷൻ, ഐസോട്ടോണിക് സൊല്യൂഷനൊക്കെ 1-2 മാർക്കിനൊക്കെ വരുന്ന കാറ്റഗറിയാണ്. പിന്നെ വാൻ ഡു ഫാക്ടർ. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വന്ന് നോക്കണ്ടേ? ഐഡിയൽ സൊല്യൂഷൻ, അതിൻ്റെ എക്സാമ്പിൾ, അത് ഡയറക്റ്റ് വരാം, അല്ലാണ്ടെയും വരാം. ചിലപ്പം എക്സാമ്പിൾ മാത്രം ചോദിക്കാം. ഇവിടെ ഇപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ ഇത് കഴിഞ്ഞ റീസെൻറ്റ് വന്നുകൊണ്ട് ഞാൻ വെച്ചതാണ്. അത് റൗൾസ് ലോ ആണ് ചോദിച്ചത്. നിങ്ങളിപ്പം NX ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയിട്ട് കാര്യമില്ല. വിച്ച് ലോ ഒബേഡ് ബൈ സച്ച് സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ റൗൾസ് ലോ ആണ്, അതിൻ്റെ കാര്യമാണ് എഴുതേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങൾ പഠിച്ച് എഴുതുക. ഹെൻറീസ് ലോ വന്ന വർഷങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എഴുതിയത്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഹെൻറീസ് ലോ അതിൻ്റെ കാര്യങ്ങൾ എഴുതുക. ഇവിടെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അക്വാട്ടിക് ഓർഗാനിസംസ് എന്താണ് മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ എന്ന് നമുക്ക് മാത്രമല്ല AC ഇട്ടിരിക്കാൻ ഇഷ്ടം, മീനുകൾക്കും തണുത്ത വെള്ളമാണ് ഇഷ്ടമെന്നേ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഹെൻറീസ് ലോയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഹെൻറീസ് കോൺസ്റ്റൻറ്റും സൊല്യൂബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഓക്സിജൻ്റെ സൊല്യൂബിലിറ്റി വെള്ളത്തിലെ ചൂട് കൂടുമ്പോൾ കുറയും എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് അതിനകത്ത് പഠിക്കണം. ഞാനിത് ഫസ്റ്റിൻ്റെ ആൻസർ അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അടുത്തത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് സംഭവം, അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഞാനൊരു ന്യൂമറിക്കൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിൻ്റെ സംഭവമാണ്. മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ ചോദിക്കാറുണ്ട്. ഓസ്മോട്ടിക് പ്രഷറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റിവേഴ്സ് ഓസ്മോസിസ്, അതിൻ്റെ കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ, ഐസോട്ടോണിക്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഓസ്മോട്ടിക് പ്രഷർ ബെസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആവുന്നത് എന്നുള്ള ചോദ്യം. വാൻ ഡു ഫാക്ടറിൻ്റെ ഡെഫിനിഷന് കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ പഠിക്കുക. ഇത് ഞാൻ ആ പ്രോബ്ലം ഇവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഡാനിയൽ സെൽ റെപ്രസെൻറ്റേഷൻ, അതുപോലെ അപ്പം അതിനകത്ത് ഞാൻ സൊല്യൂഷൻ കഴിഞ്ഞു. ഈ ഇലക്ട്രോ കെമിസ്ട്രിയിലോട്ട് വരുമ്പം ഇതാണ് ഇതിനകത്ത് ടോപ്പിക്കുകൾ. പക്ഷേ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപോകാം. അപ്പോൾ ടോപ്പിക്കുകൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞല്ലോ. ക്വസ്റ്റ്യൻ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ ഇതിനകത്ത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് കോൺസെൻട്രേഷൻ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് നമുക്കറിയാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഷോർട്ട് ആക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ എഴുതിയാൽ മതി. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. കോൾറാഷസ് ലോ ഇല്ലാണ്ട് ഒരു പരീക്ഷ ഇല്ലാന്നേ. അപ്പോൾ ഇതിനകത്ത് 5 സ്റ്റാർ ഞാൻ പറയാം ലാസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഇതൊരു ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് പറയാം. അപ്പോൾ കോൾറാഷ് ലോ ഇല്ലാണ്ട് ഇത് രണ്ടും ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കോൾറാഷ് ലോയും മോളാർ കണ്ടക്ടിവിറ്റിയുമാണ് പറയുക. ഇനിയും ഉണ്ട്, അത് പറയും.
പിന്നെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കോൾട്രാഷിൽ. പിന്നെ ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്ത് സ്റ്റാൻഡേർഡ് EMF കാണാൻ. അതിനകത്ത് അത് വളരെ സിമ്പിളാണ്, ട്രിക്ക് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഈ ചാപ്റ്റർ ഇതില്ലാണ്ട് പരീക്ഷ നടക്കാറില്ല എന്നേ. H2O2 ഫ്യൂവൽ സെല്ലും അതിൻ്റെ റിയാക്ഷൻസും മസ്റ്റ് ആണ്. അഡ്വാൻറ്റേജ് ചോദിക്കാറുണ്ട്, പൊല്യൂഷൻ ഫ്രീ ആണ്, എഫിഷ്യൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തു പോകണം. കാരണം റീസെൻ്റ് ആയിട്ട് ഇപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാറ്റഗറിയാണ്. ഇപ്പോൾ ലാസ്റ്റ് പബ്ലിക് എക്സാമിന് കണ്ട് അത് ചോദിച്ചു എന്നാണ് ഞാൻ ഓർക്കുന്നത്. പിന്നെ മോളാർ കണ്ടക്ടിവിറ്റി, അതുപോലെ അതിൻ്റെ ഗ്രാഫ് കാര്യങ്ങൾ. ദെൻ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഇല്ലാണ്ട് മോളാർ കണ്ടക്ടിവിറ്റി ഞാൻ പറഞ്ഞല്ലോ 5 സ്റ്റാർ ആണ്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി 1 ഓഫ് ദ 5 സ്റ്റാർ ക്വസ്റ്റ്യൻ. ഒന്നുകിൽ ലെഡ് സ്റ്റോറേജ് ആയിരിക്കും, അല്ലെങ്കിൽ H2O2 ആയിരിക്കും. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന്. അപ്പോൾ രണ്ടും നിങ്ങൾ പഠിച്ചേ പോയേ പറ്റുള്ളൂ എന്നുള്ളതാണ്. മോളാർ കണ്ടക്ടിവിറ്റി, അതിൻ്റെ ഗ്രാഫ്, അത് സ്ട്രോങ്ങിന് എങ്ങനെയാണ്, പിന്നെ പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്, പിന്നെ അതുപോലെ ഇവിടെ ഡിസ്ചാർജിലും റീചാർജിലും നടക്കുന്ന റിയാക്ഷൻസ് ചോദിക്കാം. പിന്നെ ഇലക്ട്രോലൈറ്റ് ഇൻ ലെഡ് സ്റ്റോറേജ് ബാറ്ററി, എക്സാമ്പിൾ പ്രൈമറി സെല്ല് നിങ്ങൾക്കറിയാം ഡ്രൈ സെല്ലാണ്. ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെക്കണം. സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് പഠിച്ചു വെക്കണം. പിന്നെ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ പഠിച്ചു വെക്കണം. മോളാർ കണ്ടക്ടിവിറ്റി ഇത് കോൾട്രാഷിലും അറിയാം. പിന്നെ ഡെൽറ്റ ജി ഞാൻ പറഞ്ഞില്ലേ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി പഠിക്കണമെന്ന്, അതാണ്. അതിനകത്ത് ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പഠിക്കണം, സെൽ റെപ്രസെൻറ്റേഷൻ പഠിക്കണം, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് കേട്ടോ. ഷീയുടെ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉണ്ട്. ഷീയുടെ ക്വസ്റ്റ്യൻസ് കൂടി അതിനകത്ത് നിങ്ങൾ പഠിക്കണം, ഷീയുടെ ക്വസ്റ്റ്യൻസ്. പിന്നെ ഇലക്ട്രോകെമിക്കൽ സീരീസ് വെച്ചിട്ട് നിങ്ങൾ ഡാനിയൽ പല സെല്ലിനും ചോദിക്കാം. ഡാനിയൽ സെല്ല് അല്ലാണ്ട് തന്നെ സെല്ലുണ്ടാക്കിയിട്ട് അതോടെ അതിനോട് ചോദിക്കാം. വാട്ട് ഈസ് സെക്കൻഡറി സെൽ, ഗീവ് എൻ എക്സാമ്പിൾ ഫോർ സെക്കൻഡറി സെൽ. പിന്നെ അങ്ങനെ കാര്യങ്ങൾ ചോദിക്കാം. പ്രൈമറി സെക്കൻഡറി സെൽ വ്യത്യാസം ചോദിക്കാം. ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷനെ പറഞ്ഞു, അല്ലാത്ത സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷനും. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസ് അറിയണം. അതിൻ്റെ ഒരു കോഡ് ഉണ്ട്, ലിക്ബ സർക്ക നാം മഗ് അൽ മൻസൻ എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ട്. ആ കോഡ് വെച്ച് കഴിഞ്ഞാൽ ഏത് സെല്ലിൻ്റെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലിക്ബ സർക്ക നാ മഗ് അൽ മൻസൻ. അപ്പോൾ ഇത് വെച്ചിട്ട് മുകളിലുള്ളത് എന്തായിരിക്കും? ഇപ്പോൾ നിങ്ങളോടൊരു സെല്ലിലെ ആനോട് കാതോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് പെട്ടെന്നൊരു കോഡുണ്ട്, ക്രോഫി കോണി പബ്ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് കോഡ്. അപ്പോൾ ഇതിനകത്ത് മുകളിൽ വരുന്ന ആൾ ഇപ്പോൾ അലൂമിനിയം മുകളിലാണ്, അത് കഴിഞ്ഞിട്ടാണ് സിങ്ക്. അപ്പോൾ അലൂമിനിയം സിങ്ക് ഉണ്ടാക്കിയിട്ട് ഒരു സെല്ല് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അലൂമിനിയത്തിന് നിങ്ങൾ ആനോടും സിങ്ക് കാതോടും ആയിരിക്കും. അപ്പോൾ ഇത് ഷീ വരുന്ന കേസിൽ അതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സംഭവം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദെൻ അപ്പോൾ സീരീസ് അറിഞ്ഞിരിക്കണം. ദെൻ സെൽ റെപ്രസെൻറ്റേഷൻ, ആ സംഭവങ്ങൾ, കാൽക്കുലേറ്റ് ഗിബ്സ് എനർജി, അത് പറഞ്ഞില്ല ഗിബ്സ് എനർജി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എന്നോട് ഇലക്ട്രോ കെമിസ്ട്രിയിലെ അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ ക്വസ്റ്റൻസ് കണ്ടല്ലോ. ഇലക്ട്രോ കെമിസ്ട്രിയിലെ 5 സ്റ്റാർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ ക്വസ്റ്റൻസ് കൂടി അതിനകത്ത് ചെയ്യണം കേട്ടോ. ഞാൻ അത് ഉൾപ്പെടുത്താൻ നോക്കാം. ഞാൻ ഇതിനകത്ത് ഇപ്പം അതിനകത്ത് അത് ഇട്ടിട്ടില്ല, അതും കൂടി നിങ്ങൾ പഠിക്കണം. മേ ബി ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പ്ലാറ്റിനം വയറും ഷീയുടെ സ്ട്രക്ചർ കാര്യങ്ങൾ ഒക്കെ, കാരണം കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അതിനകത്ത് നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്താം. അപ്പം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറയാം മോളാർ കണ്ടക്ടിവിറ്റി കോൾട്രാഷിലും. പിന്നെ നെക്സ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് പറയാം ഞാൻ ഇതിനകത്ത് നിന്ന് H2O2 അല്ലെങ്കിൽ ലെഡ് സ്റ്റോറേജ്, അതാണ് 5 സ്റ്റാർ. പിന്നെ കൊറോഷൻ ഇതിനകത്ത് വരാവുന്നതാണ്. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേൺസ്റ്റ് ഇക്വേഷനൊക്കെ ഒരു 4 സ്റ്റാർ കാറ്റഗറിയിൽ വരുന്ന തന്നെയാണ്. 4 സ്റ്റാർ 5 സ്റ്റാറിലോട്ട് വരുന്നത്. ഇനി കെമിക്കൽ കൈനറ്റിക്സിലോട്ട് പോകുമ്പോൾ ടോപ്പിക്സ് ഇതൊക്കെയാണ് നിങ്ങൾക്കറിയാം ഇതിനകത്ത്. പക്ഷേ ഞാൻ ഇതിനകത്ത് 5 സ്റ്റാർ ക്വസ്റ്റ്യനുകൾ പറയാം ഏതൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഇല്ലാണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ക്വസ്റ്റ്യൻ വന്നിട്ട് ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് വരാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് ഒരു മാർക്കിൻ്റെ എപ്പോഴും ചോദിക്കുന്നത്, ഞാൻ ഇതിനകത്ത് 5 സ്റ്റാർ എന്ന് തന്നെ പറയുള്ളൂ, പക്ഷേ മാർക്ക് ഒന്നേ ഉള്ളൂ. ഈ ഒരു ഗ്രാഫുകൾ എപ്പോഴും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് ഏതിൻ്റെ ഗ്രാഫാണ്? ഇപ്പം ഇതൊക്കെ കഴിഞ്ഞ റീസെൻറ്റ് മോഡലിനും പബ്ലിക്കിനും ഒക്കെ സ്ഥിരമായി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടോ മാർച്ചിൻ്റെ മോഡലിനും ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ. അപ്പം ഇത് ഏതിൻ്റെയാണ്? ഇതിപ്പം നിങ്ങൾക്കറിയാം 0 ഓർഡറിൻ്റെ ആണ്. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ലോഗിൻ്റെ ആ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഹാഫ് ലൈഫിൻ്റെ എക്സ്പ്രഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡെറിവേഷൻ 2-3 തവണ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് പഠിച്ചു വെക്കുക. പിന്നെ ഹാഫ് ലൈഫിൻ്റെ ന്യൂമറിക്കൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൊളിഷൻ ഫ്രീക്വൻസി എഫക്റ്റീവ് കൊളിഷൻ ഇത് റീസെൻ്റ് ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഇതുവരെ ചോദിക്കാത്തതാണ്, പെട്ടെന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചതായതുകൊണ്ട് ചിലപ്പോൾ റിപ്പീറ്റ് അടിക്കുക, അതുകൊണ്ട് ഞാൻ വെച്ചതാണ്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം. ഇതൊക്കെ റെറ്റിക്വേഷൻ ഉണ്ടാക്കാനും അതിൻ്റെ ഓർഡർ മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കാനും NO ഇൻക്രീസ് ഇതൊക്കെ ഭയങ്കര 1ാം ക്ലാസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ആർക്കും ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇത് 0 ഓർഡർ റിയാക്ഷൻ ആണ്, നിങ്ങൾക്കറിയാം തെർമൽ, അതൊക്കെ കുറച്ചൊരു തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇതും ഞാൻ പറഞ്ഞു ഇതിനകത്തൊക്കെ വളരെ സിമ്പിളാണ്. ഹാഫ് ലൈഫ് സംഭവം എന്താണ് ഡെഫിനിഷൻ, അതിൻ്റെ TF കാണാൻ. ആക്ടിവേഷൻ എനർജിയുടെ പ്രോബ്ലംസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞാൽ സേക്ക് എങ്ങാണ്ട് അതിനകത്ത് വന്നു. അതിൻ്റെ മുന്നേ സ്ഥിരമായിട്ട് വരുന്ന കാറ്റഗറി. എനിക്ക് തോന്നുന്നു ഇത്തവണ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. സോ നിങ്ങൾ പഠിച്ചു പോയിക്കോളൂ. അതിനകത്ത് ആക്ടിവേഷൻ എനർജിയുടെ പ്രോബ്ലംസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ആക്ടിവേഷൻ എനർജിയുടെ കാര്യവും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ചെറിയ വാല്യൂസ് വ്യത്യാസം വന്നിട്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ടെസ്റ്റുകളൊക്കെ വന്നിട്ട് പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരു 3-4 കാറ്റഗറി ഇതിനകത്തുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്കറിയാം, ഇതൊക്കെ അറിയാം. നമ്മൾ ഗ്രാഫ് ഞാൻ പറഞ്ഞല്ലോ വീണ്ടും വന്നു. ഇതിപ്പം ലോഗ് ഉണ്ട്, LN6 ആണ്, ഫസ്റ്റിൻ്റെ ആണ് നിങ്ങൾക്കറിയാം, ഇത് ഫസ്റ്റ് ഓർഡറിൻ്റെ ആണ്. പിന്നെ അതിൻ്റെ സ്ലോപ്പ് പഠിക്കണം കേട്ടോ, ഫസ്റ്റ് ഓർഡർ 0 ഓർഡർ ആണെങ്കിലും. പിന്നെ അത് ലോഗ് വരുമ്പോൾ എന്താണ് -2.303 വരുന്ന ആ സംഭവം അതിനകത്ത് പഠിച്ചിടണം, മനസ്സിലായില്ലേ? K/1
2.303 വരുന്ന സംഭവം. ദെൻ വിത്ത് ഹെൽപ്പ് ഓഫ് സ്യൂഡോ ഇതിനകത്ത് ഞാൻ പറയാം സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ഇതില്ലാണ്ട് ഒരു പരീക്ഷ ഇല്ല കേട്ടോ. ഇതില്ലാണ്ട് ഒരു പരീക്ഷ ഇല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ പല രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് ആക്ടിവേഷൻ എനർജിയുടെ ഡിഫറൻ്റ് ആയ രീതിയിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മോളിക്കുലാരിറ്റി ഇതില്ലാണ്ട് പരീക്ഷ ഇല്ലാന്നേ. മോളിക്കുലാരിറ്റി ഓർഡർ, അതിൻ്റെ ഡിഫറൻസ്, മോളിക്കുലാരിറ്റി കാണാൻ, റേറ്റ് ഓർഡർ കാണാൻ, പിന്നെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ. ഇതാണ് ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റിയും സ്യൂഡോ ഫസ്റ്റ് ഓർഡറും. അപ്പോൾ അതിൻ്റെ നിങ്ങൾ എക്സാമ്പിളുകൾ പഠിച്ചു വെക്കണം. ഇനി ഇതിന് എക്സാമ്പിൾ തന്നെ ഇത് റിയാക്ഷൻ ചോദിച്ചിട്ട് ഇത് ഏതാണ്, അതിൻ്റെ ഓർഡർ എന്താണ്, അങ്ങനെ ചോദിക്കാം. റേറ്റ് ഇക്വേഷൻ എഴുതാൻ പറയാറുണ്ട്, അതൊക്കെ ഞാൻ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാഫ് ലൈഫ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇത് ഞാൻ 5 സ്റ്റാർ ഇതിൻ്റെ ട്രിക്ക് ഉണ്ട് സംഭവം. മോള് ഫസ്റ്റ് നടുക്ക് സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും, മുകളിൽ മോൾക്ക് ആദ്യം നെഗറ്റീവ് അടിക്കരുത്. മോളെ പരിഗണിക്കണം ആദ്യം, മനസ്സിലായില്ലേ? മോൾക്ക് എന്ത് ചെയ്യരുത്, ആദ്യം തന്നെ നെഗറ്റീവ് അടിക്കാൻ പോകരുത്. ലാസ്റ്റ് എന്ത് ചെയ്യുക, മോളിൽ നെഗറ്റീവും തിരിച്ചു വരിക. അപ്പോൾ അത് ആ കോഡ് വെച്ച് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. എനിവേ അതിനകത്ത് അതായത് ഈ കോഡ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കോഡ് ഇത് ഫസ്റ്റ് ഓർഡറിന് എപ്പോഴും സെക്കൻഡ്, എല്ലാറ്റിനും സെക്കൻഡ് ഇൻവേഴ്സ് ഉണ്ടാവും. ഫസ്റ്റ് ഓർഡറിന് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി 0ൽ തുടങ്ങുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കാൻ എന്താണെന്ന് അറിയാം, മോളെ വെച്ച് തുടങ്ങണം, മനസ്സിലായോ? ഫസ്റ്റ് മോള് 0ക്ക് മോളിന് ആദ്യം നെഗറ്റീവ് അടിക്കാൻ പാടില്ല. അപ്പോൾ ലിറ്ററിന് നെഗറ്റീവ്, സെക്കൻഡിന് നെഗറ്റീവ്. ഇനി ഫസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ എന്നറിയാം, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യുക, ലാസ്റ്റത്തേന് മോളിന് നെഗറ്റീവ് അടിക്കുക, ലിറ്ററിന് നെഗറ്റീവിൽ ഒഴിവാക്കുകയും ചെയ്യുക, അതായത് തിരിച്ച് ചെയ്യുക ഇതിന് 0ൻ്റെ അത്രയും. പിന്നെ ഇതിനകത്ത് അങ്ങനെ ഒരുപാട് കോഡുകളുണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇതിനകത്ത് ഇതൊക്കെ സിമ്പിളാണ്. ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ് ആക്ടിവേഷൻ, എന്താ പറയുക, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിനകത്ത് അമോണിയ, അതിനകത്ത് 0 ഓർഡറാണ്, അതിൻ്റെ ഇക്വേഷനാണ്. അമോണിയയുടെ ഇക്വേഷനൊക്കെ നിങ്ങൾ 10ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതല്ലേ. പിന്നെ ഹാഫ് ലൈഫ് സംഭവങ്ങൾ, പിന്നെ ഓർഡർ, മോളിക്കുലാരിറ്റി, പിന്നെ ഫസ്റ്റ് ഓർഡറിൻ്റെ യൂണിറ്റ് റേറ്റ് കാണാൻ, സ്യൂഡോ ഫസ്റ്റ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് 5 സ്റ്റാർ ഞാൻ പറയാം. അറീനിയസ് ഇക്വേഷൻ ഇല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാന്ന് ഇത് പഠിച്ചു വെച്ചോളൂ, അറീനിയസ് ഇക്വേഷൻ. പിന്നെ ഇതിൻ്റെ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു, റേറ്റ് കാണാൻ അങ്ങനെ ചോദിക്കാം. പിന്നെ ഓർഡർ മോളിക്കുലാരിറ്റി ഡിഫറൻസ് ഞാൻ പറഞ്ഞല്ലോ, മസ്റ്റാണ്. ഈ ചാപ്റ്റർ എടുത്ത കെമിസ്ട്രി ബുക്ക് തുറന്ന് ആദ്യം പഠിക്കേണ്ടതാണ് ഓർഡർ മോളിക്കുലാരിറ്റി, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ സംഭവം, അറീനിയസ്, അതൊക്കെ. പിന്നെ ഫസ്റ്റ് ഓർഡറിൻ്റെ ഒരു പ്രോബ്ലം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഓർഡറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അതിനകത്ത് എന്താ പറയുക, അതിൻ്റെ റേറ്റ് ഇക്വേഷൻ, ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ് സംഭവങ്ങൾ, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ മോളിക്കുലാരിറ്റി ഡിഫറൻസ് കാണാമല്ലോ, പിന്നെ യൂണിറ്റ് കാണാൻ. പിന്നെ ഇതെന്താണ്, ഇത് ഒരു നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ്, ടൈം കാണാൻ, മനസ്സിലായില്ലേ? log A0/A എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഞാൻ ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. അറീനിയസ് ഇക്വേഷൻ, ആക്ടിവേഷൻ എനർജി സംഭവങ്ങൾ. പിന്നെ അതിനകത്ത് ഇതൊക്കെ. ഇനി ഇതിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് കണ്ട ക്വസ്റ്റനുകൾ തന്നെയായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാറ്റഗറി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എപ്പോഴും വരാവുന്ന കാറ്റഗറിയാണ്, ഭയങ്കര സിമ്പിളാണ്, ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത്. അറീനിയസിൻ്റെ ഗ്രാഫ് ഇത് മസ്റ്റാണ്. ഇതൊരു 5 സ്റ്റാർ കാറ്റഗറിയിലാണ്, പറയും ഇത്തവണ വരും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അതിനകത്ത് പഠിച്ചു. അറീനിയസ് ഇതൊക്കെ വന്ന ക്വസ്റ്റനുകൾ തന്നെയാണ്. ക്വസ്റ്റനുകളൊക്കെ നിങ്ങൾ നോക്കുക. അറീനിയസ് ഒരുപാട് ക്വസ്റ്റനുകൾ ഇതിനകത്തുണ്ട്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിനല്ല ഞാൻ പറയാം ആദ്യം പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണെന്നാണ്. കാരണം ഇതൊക്കെ വീണ്ടും ഇതിലെ ക്വസ്റ്റനുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്. ആക്ടിവേഷൻ എനർജിയുടെ ഞാൻ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഗ്രാഫാണ്, പക്ഷേ ഇവിടെ കണ്ട ലോഗാണ് വന്നത്. അപ്പോൾ ലോഗ് വരുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾ നോക്കുക. EA/2.303 ഇല്ലേ, LN വരുമ്പോഴുള്ള വ്യത്യാസം നിങ്ങൾ നോക്കണം. അപ്പം ഞാനിവിടെ LNൻ്റെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ EAയുടെയും കാണിച്ചിട്ടുണ്ട്, ലോഗിൻ്റെയും കാണിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇവിടെ ലോഗാണ് അപ്പം ആ കേസിൽ. പിന്നെ ഈ പ്രോബ്ലംസ് ഒക്കെ ഞാൻ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ നോക്കുക, മോളിക്കുലാരിറ്റി സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത സെഷൻ ചെയ്യുവാനാണ്. നമ്മുടെ തീരുമാനം. കാരണം നിങ്ങൾ അതിനകത്ത് ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പുതിയ എനർജിയാണ്, മോട്ടിവേഷനാണ്. അപ്പോൾ അതുണ്ടാകുമ്പം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള സമയം നമ്മൾ ഉണ്ടാക്കിയിട്ട് അങ്ങ് ചെയ്യുന്നേ. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യൂ. ദാറ്റ്സ് ഓൾ. താങ്ക്സ്. അടുത്ത വീഡിയോ നമ്മൾ അടുത്ത സെഷൻ, അടുത്ത ചാപ്റ്റേഴ്സ്, പിന്നെ അടുത്ത എപ്പിസോഡ് തന്നെ കംപ്ലീറ്റ് ആക്കാം. ഇനിവേ നിങ്ങൾ പറയൂ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ